ബ്രേക്കിംഗ് ബാഡ് ഇഷ്ടപ്പെട്ടില്ല, ലോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ഗെയിം ഓഫ് ത്രോൺസ് ഇഷ്ടപ്പെട്ടില്ല, ഡാർക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണിത്. അപ്പോൾ ഈ ഒരു മെസ്സേജിന് എന്ത് റിപ്ലൈ കൊടുക്കണമെന്നുള്ളത് ഞാൻ കുറേ ആലോചിച്ചു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തൊരു സംഭവം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവരോട് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു വികാരമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പലർക്കും വരാൻ പറ്റാത്തതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അയാളോട് ഇതൊക്കെ നല്ലതല്ലേ, നിനക്കെന്താ ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായി പോകും അല്ലേ. അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നു, അത് ഞാൻ നല്ലതായതുകൊണ്ടോ അയാൾ മോശമായതുകൊണ്ടോ അല്ല, അത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. പക്ഷെ ഈ മൂന്ന് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു സീരീസ് ഫിലിം ആരാധകൻ എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞ 4 സീരീസും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഓൾ ടൈം ഗ്രേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നി. ഒരു കിട്ടിലൻ സാധനം പറയാം. കിട്ടിലൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രഷാണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് റിലീസായി എന്നല്ല, കഴിഞ്ഞ വർഷമാണ് റിലീസാവുന്നത്. ആ റിലീസായ സമയത്ത് ഭയങ്കര ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം തേഞ്ഞു മാഞ്ഞു പോയി. ഉള്ളത് പറയാലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ. നമ്മളുടെ നായകൻ ഒരു അസാസിനാണ്. അസാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഹിറ്റ്മാൻ അസാസിൻ എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നു. ആരും അറിയാതെ, ഒരു പൂച്ചക്കുഞ്ഞും ഈച്ച പോലും അറിയാതെ അയാളെ നൈസായിട്ട് വന്ന് കൊണ്ടുവരുന്നു. ഇവരാണ് ഈ അസാസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അസാസിൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു അസാസിൻ്റെ റിയൽ ലൈഫുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ കണ്ടത് ഡേവിഡ് ഫിഞ്ചറിൻ്റെ കില്ലർ എന്ന് പറയുന്ന സിനിമയാണ്. അത് എനിക്ക് നല്ലൊരു അനുഭവമാണ്. അത് മാരകമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു ആ ഒരു സിനിമ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബാക്ക് ടു സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ, ഇയാളൊരു അസാസിനാണ്. ഒരാളെ പോയി കൊല്ലുക, ആരും അറിയാതെ കൊല്ലുക, തിരിച്ചു വരിക, പൈസ വാങ്ങുക, പോക്കറ്റിലിടുക. അതായത് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു അസാസിനായിട്ടാണ് അയാൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അയാൾ ഒരു പണി ചെയ്യുന്നു. ആ ഒരു പണി ചെയ്യുന്ന സമയത്ത് ഇയാൾക്കൊരു പണി കിട്ടുന്നു. തുടർന്നുണ്ടാകുന്ന കാര്യമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു സംഭവത്തിൻ്റെ സ്റ്റോറി വരുന്ന സമയത്ത് ഒരു സ്റ്റോറി, ഒരു പ്രശ്നം, ഒരു കാര്യം, ഇങ്ങനെ തന്നെയാണല്ലോ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രക്ചർ പോവുക. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മളിതിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു ലെവലാണ്. നമുക്ക് എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡ് ലോൺ ആയിട്ട് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു സീസണായിട്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാം. അതിന് പ്രശ്നമില്ല. ഒരു സീസണും കൂടി ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 3 സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്: തുടക്കം, മിഡ്, അവസാനം. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നവർക്ക് അറിയാം ഇങ്ങനെ ഒരു 3 ഘട്ടം. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന ഒരു ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു ഇതിലേക്ക് വരാം. ദ ഡേ ഓഫ് ദ ജാക്കിൽ എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര്. ഇതൊരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സിനിമ കാണാത്തത് കൊണ്ട് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് എനിക്കറിയില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ആദ്യം മുതൽ അവസാനം വരെ ബോറടിക്കാതെ, ഒരു ബെഞ്ചി പോലെയൊക്കെ, ബെഞ്ചിൻ്റെ അത്ര മറ്റേ 18+ കണ്ടന്റ് ഒന്നും അങ്ങനെ വാരി വലിച്ച് അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. പക്ഷെ നേരെ മറിച്ച് അതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ കാറ്റഗറി ഒക്കെ പെടുന്ന ഒരു വേറിട്ടൊരു സംഭവം പോലെയാണ് എനിക്ക് ഈ ഒരു സംഭവം പേഴ്സണലി അനുഭവപ്പെട്ടത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. കാണാത്തവരാണെങ്കിൽ കണ്ട ശേഷം അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റെല്ലാർ പോലെയുള്ള ഏതെങ്കിലും സിനിമ കാണാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ സൈഡിലുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.